Hi everybody. We want to complete our chapter, that is federalism. So speedily come to our topic. Last day we discussed about India, the large experiment of decentralization started because of the constitutional amendment in 1992. Then after that amendment, what are the changes created here with decentralization? That you have in 24th page. First point, after the 1992, here we need some arrangements. Which are there? Now it is constitutionally mandatory to hold regular elections to local government bodies. First point, after the 1992 constitutional amendment, now it is constitutionally mandatory, constitutionally compulsory ആക്കി മാറ്റിയിട്ടുണ്ട് to hold regular elections to local self government bodies. We know നമ്മുടെ പഞ്ചായത്തിലോട്ടുള്ള ഇലക്ഷൻസ് ഓരോ 5 വർഷം കൂടുമ്പോഴും നടത്തുന്നുണ്ട്. സോ നൗ ഇറ്റ് ഈസ് മാൻഡേറ്ററി, നൗ ഇറ്റ് ഈസ് കമ്പൽസറി, കോൺസ്റ്റിറ്റ്യൂഷണലി അത് കമ്പൽസറി ആക്കിയിട്ടുണ്ട്. റെഗുലർ ഇലക്ഷൻസ് ഫോർ ലോക്കൽ ഗവൺമെൻറ് ബോഡീസ്. Second, seats are reserved in the elected bodies and executive heads of these institutions for the scheduled caste, scheduled tribes and other backward areas classes. ഷെഡ്യൂൾഡ് കാസ്റ്റ് SC ST എന്നൊക്കെ പറയും, താഴെത്തട്ടിലുള്ള ട്രൈബൽ വിഭാഗങ്ങൾക്ക്. ഷെഡ്യൂൾഡ് കാസ്റ്റിനും ഷെഡ്യൂൾഡ് ട്രൈബ്സിനും അതർ ബാക്ക്വേർഡ് ക്ലാസ്സസിനും ഈ ലോക്കൽ ഗവൺമെൻറ് ബോഡീസിൽ സീറ്റ്സ് റിസർവ് ചെയ്തിട്ടുണ്ട്. സീറ്റ്സ് ആർ റിസർവ് ഇൻ ദ എലക്റ്റഡ് ബോഡീസ്, എലക്ഷൻ നടക്കുന്ന ബോഡീസിലോട്ട് സീറ്റ്സ് റിസർവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ എക്സിക്യൂട്ടീവ് ഹെഡ് ഫോർ ദ ഇൻസ്റ്റിറ്റ്യൂഷൻസ് for the scheduled caste, scheduled tribes and other backward areas. Sometimes you heard about പഞ്ചായത്തിൽ ഇലക്ഷൻസ് നടത്തുന്ന സമയത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഈ വർഷം നമ്മുടെ വാർഡ് SC വാർഡാണ് പറയും. SC വാർഡാണെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10 വാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പഞ്ചായത്തിൽ ഒരു 12 വാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 2-3 വാർഡ് അല്ലെങ്കിൽ 2 വാർഡ് SCക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ടാവും. അത് ഒരു ഇലക്ഷനിൽ 1-2 വാർഡാണെന്നുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷനിൽ 3-4 വാർഡായിരിക്കും SCക്ക് വേണ്ടിയിട്ട് നീക്കി വെക്കുക. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഓരോ വാർഡുകൾ മാറി മാറി അവർക്ക് വേണ്ടി റിസർവ് എടുത്ത് എല്ലാ വർഷവും 1-2 വാർഡുകൾ വാർഡിൽ അവർ മാത്രമേ മത്സരിക്കാൻ പാടുള്ളൂ. അപ്പോൾ അത്തരത്തിൽ ഇലക്റ്റഡ് ബോഡീസിലും എക്സിക്യൂട്ടീവ് ഹെഡ് ഭരണം നടത്തുന്ന തലവന്മാർക്ക് വേണ്ടിയിട്ടും എന്ത് ചെയ്തിട്ടുണ്ടാവും, റിസർവ് ചെയ്തിട്ടുണ്ട്. അതും കോൺസ്റ്റിറ്റ്യൂഷനിൽ ആഫ്റ്റർ ദ 1992 അമെൻമെൻറ്റിൽ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ദെൻ തേർഡ്, അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ഓൾ പൊസിഷൻസ് ആർ റിസർവ് ഫോർ വുമൺ. ലേഡീസിന് 1/3 ഭാഗം, എല്ലാ പോസ്റ്റിലെയും 1/3 ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, റിസർവ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മിക്ക ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിലും ലേഡീസ് ഉണ്ടാവും. കാരണം എന്താണ്, 1/3 ഭാഗം അവർക്ക് റിസർവ്ഡ് ആണ്. അതായത് 15 വാർഡാണെന്നുണ്ടെങ്കിൽ അതിൽ 5 വാർഡിലും ലേഡീസിനെ മത്സരിക്കണമെന്ന് നിർബന്ധം. ഓക്കെ, അറ്റ്ലീസ്റ്റ് 1/3 ഓഫ് ഓൾ പൊസിഷൻസ് ആർ റിസർവ്ഡ് ഫോർ വുമൺ. An independent institution, next point, an independent institution called State Election Commission has been created in each state to conduct panchayat and municipal elections. എല്ലാ സ്റ്റേറ്റ്സിലും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇൻഡിപെൻഡൻ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ മീൻസ് മറ്റുള്ളവരുടെ നിർബന്ധത്താലല്ല, മറ്റുള്ളവരെ സ്വാധീനം കൊണ്ട് പ്രവർത്തിക്കുന്നതല്ല, സ്വന്തം പവറോട് കൂടിയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ മേക്ക് ചെയ്തു. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ഇൻ ഈച്ച് സ്റ്റേറ്റ് അവരാണ് എന്ത് ചെയ്യുന്നത്, പഞ്ചായത്തിലോട്ടും മുനിസിപ്പാലിറ്റിയിലോട്ടും എലക്ഷൻസ് നടത്തുന്നത്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് നമ്മൾക്കറിയാം വില്ലേജിൽ പഞ്ചായത്തായിട്ടും ടൗണിലെ മുനിസിപ്പാലിറ്റി ആയിട്ടാണ് അറിയപ്പെടുന്നത്. സോ വൺ ഇൻഡിപെൻഡൻറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ മേക്ക് ആസ് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ ആണ് അറിയപ്പെടുന്നത്. ഈച്ച് സ്റ്റേറ്റിലും അത് മേക്ക് ചെയ്തു. ആൻഡ് they are conducting the panchayat elections for panchayat and municipal elections. Okay, the next point, the state government are required to share some powers and revenue with the local self government. The nature of sharing varies from state to state. Each state governmentum എന്ത് ചെയ്തിട്ടുണ്ട്, some powers-ഉം some revenue collect ചെയ്യാനുള്ള ഏരിയാസും they want to distribute to, they want to give to the local government bodies. These are the 5
instructions, five which instructions we want to follow or we continuing after the 1992 constitutional amendment. Which are the what about the constitutional amendment of 1992? You needed to write these 5 points. Which are the now it is constitutionally mandatory to hold regular elections to local government bodies. The next, seats are reserved in the elected bodies and executive heads of these institutions for the scheduled castes, scheduled tribes and other backward classes. At least 1/3 of all positions are reserved for women. Next, an independent institution called the State Election Commission has been created in each state to conduct panchayat and municipal elections. And last point, the state government are required to share some power. State governments are ready to share some power and some revenue power with the local self-government bodies. The nature of sharing power varies state to state. എല്ലാ സ്റ്റേറ്റിലും ഒരുപോലെയല്ല പവർ റവന്യൂ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ ഡിഫറെൻ്റ് ആയിട്ടാണ്. ഓക്കെ, then listen to the next paragraph. Rural local self-government is popularly known by the name പഞ്ചായത്തി രാജ്. വി നോ റൂറൽ ഏരിയാസിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിനെ പഞ്ചായത്തി രാജ് എന്നാണ് അറിയപ്പെടുന്നത്. എല്ലാ ഭാഗത്തു നിന്നും 1 word questions you can expect. Okay, so each village or a group of villages in some states has a ഗ്രാമ പഞ്ചായത്ത്. ഈച്ച് വില്ലേജ് ഓർ എ ഗ്രൂപ്പ് ഓഫ് വില്ലേജസ്, ഒന്നുകിൽ ഒരു വില്ലേജ് അല്ലെങ്കിൽ 1-2 വില്ലേജസ് എല്ലാ സ്റ്റേറ്റ്സിലും എന്ത് ഗ്രാമപഞ്ചായത്തുകൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇൻ അവർ വിച്ച് കരുളായി is a village. We have one Grama Panchayat. Is it? This is a council consisting of several ward members. It is a council. It consists of several ward members. 12 ward ആണെന്നുണ്ടെങ്കിൽ ആ 12 വാർഡിലെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. ഓഫൺ കോൾഡ് പാഞ്ച്. ഈ വാർഡ് മെമ്പേഴ്സിനെയാണ്, വാർഡ് മെമ്പറെയാണ് പാഞ്ച് എന്നറിയപ്പെടുന്നത്. ആൻഡ് പ്രസിഡന്റ്. ഈച്ച് ഗ്രാമപഞ്ചായത്ത് ഹാസ് വൺ പ്രസിഡന്റ്. ഹി ഈസ് നോൺ ആസ് Sarpanch. You can expect one word questions from here. All of you study surely. They are directly elected by all adult population living in that ward or villages. ഈ വാർഡ് മെമ്പേഴ്സിനെ ഓർ പാഞ്ചിനെ electing by the each adult population, each adult people from that village. എല്ലാ 18 വയസ്സായ വോട്ടേഴ്സുമാണ് ഈ വാർഡ് മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. വാർഡ് മെമ്പറെയാണ് വി ക്യാൻ കോൾ പാഞ്ച്. പ്രസിഡന്റിനെ വി ക്യാൻ കോൾ സർപഞ്ച്. ഓക്കെ, ഇറ്റ് ഈസ് എ ഡിസിഷൻ മേക്കിംഗ് ബോഡി ഫോർ ദ എൻ്റയർ വില്ലേജ്. ഈ വാർഡ് മെമ്പേഴ്സും ഈ സർപഞ്ചുമാണ് ഡിസിഷൻസ് എടുക്കുന്ന ബോഡി ഇൻ ദ വില്ലേജസ്. ദ പഞ്ചായത്ത് വർക്ക്സ് അണ്ടർ ദ ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ ഗ്രാമസഭ. ദാറ്റ് പഞ്ചായത്ത് ഈച്ച് വാർഡിലും ഗ്രാമസഭാസ് ഉണ്ടായിരിക്കും. യുനോ ഗ്രാമസഭ ഇന്ന ദിവസത്തിൽ ഇന്ന സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് പറഞ്ഞ് നമ്മൾക്ക് നോട്ടീസ് തരും. എന്നിട്ട് നമ്മൾ ആ വാർഡിലുള്ള എല്ലാ അഡൾട്ട് സിറ്റിസൺസും അതിൽ പങ്കെടുക്കും. എന്നിട്ട് ആ ഗ്രാമസഭയിൽ വെച്ചിട്ട് എന്ത് ചെയ്യും? ഓൾ ദ വോട്ടേഴ്സ് ഇൻ ദ വില്ലേജ് ആർ ഇറ്റ്സ് മെമ്പേഴ്സ്. എല്ലാ വില്ലേജിലുള്ള എല്ലാ വോട്ടേഴ്സും ആ ഗ്രാമസഭയുടെ മെമ്പേഴ്സാണ്. It has to meet at least twice or thrice in a year to approve the annual budget of the Grama Panchayat and to review the performance of the Grama Panchayat. വർഷത്തിൽ ട്വൈസ് അല്ലെങ്കിൽ ത്രൈസ് 2-3 തവണ എന്തായാലും സമ്മേളിക്കണം ഗ്രാമസഭ എന്നുള്ളത് നിർബന്ധമാണ്. ആ ഗ്രാമസഭയിൽ ആരെല്ലാം ഉണ്ടായിരിക്കും? ആ ഗ്രാമത്തിലെ വാർഡ് മെമ്പർ ഉണ്ടായിരിക്കും, ആൻഡ് ഓൾസോ സർപഞ്ച് പ്രസിഡന്റ് ഉണ്ടായിരിക്കും. വില്ലേജിലുള്ള എല്ലാ അഡൾട്ട് സിറ്റിസൺസും ഉണ്ടായിരിക്കും. അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യും? അതേ അപ്രൂവ് ദ ആനുവൽ ബഡ്ജറ്റ്. ആ പഞ്ചായത്തിൽ അന്ന് ചെയ്തിട്ടുള്ള ക്യാഷ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം അപ്രൂവ് ചെയ്യുന്നതും ആൻഡ് ഗ്രാമപഞ്ചായത്തിൻ്റെ വർക്കിനെ റിവ്യൂ ചെയ്യുന്നതും പെർഫോമൻസിനെ റിവ്യൂ ചെയ്യുന്നതും അവലോകനം ചെയ്യുന്നതും വിശകലനം ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഗ്രാമസഭയിൽ നടത്തുന്നത്. വാട്ട് ഈസ് ഇൻ ദ ഫസ്റ്റ് പാരഗ്രാഫ്? റൂറൽ ലോക്കൽ ഗവൺമെൻറ് ഈസ് പോപ്പുലർലി നോൺ ആസ് ബൈ name Panchayati Raj. Each village or a group of villages in some states has a Grama Panchayat. This is a council consisting of several ward members, often called Panch, and a president or Sarpanch. They are directly elected by all adult population living in that ward or village. It is a decision-making body for the entire village. ഈ അവിടെയുള്ള കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് എൻ്റെ വില്ലേജിലെയും ഇവരാണ്.
പഞ്ചായത്ത് വർക്ക്സ് അണ്ടർ ദ ഓവറോൾ സൂപ്പർവിഷൻ ഓഫ് ദ ഗ്രാമസഭ. ഈ പഞ്ചായത്ത് വർക്ക് ചെയ്യുന്നത് എല്ലാ വില്ലേജിലുള്ള എല്ലാ വാർഡിലുള്ള ഗ്രാമസഭ സൂപ്പർവൈസ് ചെയ്തുകൊണ്ടാണ്. All the voters in the village or its members. It has to meet at least twice or thrice in a year to approve the annual budget. വർഷത്തിൽ 2-3 തവണ സമ്മേളിക്കും, ആനുവൽ ബഡ്ജറ്റ് അപ്രൂവ് ചെയ്യാണ്. ആൻഡ് ടു റിവ്യൂ ദ പെർഫോമൻസ് ഓഫ് ഗ്രാമപഞ്ചായത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എവിടേക്ക് എന്തെല്ലാം ചെയ്തു, അങ്ങനെയുള്ള പെർഫോമൻസസ് എല്ലാം റിവ്യൂ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അറ്റ്ലീസ്റ്റ് ടു മീറ്റ് ട്വൈസ് ഓർ ത്രൈസ് ഇൻ എ ഇയർ. ഓക്കെ. Then also it is the local self government structure goes right up to district level. Local self government നമ്മൾ പാരൻസ് വോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും, 3 ആളുകൾക്ക് അവർ ഒരേ സമയം വോട്ട് ചെയ്യും. അതൊന്ന് നമ്മുടെ നിയറസ്റ്റ് പഞ്ചായത്തിലോട്ടുള്ള വാർഡ് മെമ്പറെ സെലക്ട് ചെയ്യണം. പിന്നെ അതിൻ്റെ മുകളിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആണ് ബ്ലോക്ക്, സം വില്ലേജസ് കൂടിയിട്ടുള്ളത്. അതിന് മുകളിലാണ് ജില്ലാ പരിഷത്ത്. നമ്മുടെ മലപ്പുറം ഡിസ്ട്രിക്റ്റിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡി മെമ്പറെ സെലക്ട് ചെയ്യുന്നതിന് അങ്ങനെ 3 വോട്ട് ചെയ്യുന്നുണ്ടാവും. ദാറ്റ് ഈസ് സേയിങ് ഹിയർ ദ ലോക്കൽ ഗവൺമെൻറ് സ്ട്രക്ചർ ഗോസ് റൈറ്റ് അപ്പ് ടു ദ ഡിസ്ട്രിക്ട് ലെവൽ. ലോക്കൽ ഗവൺമെൻറ് സ്ട്രക്ചർ പഞ്ചായത്ത് തൊട്ട് ഡിസ്ട്രിക്ട് ലെവൽ വരെയുണ്ട്. എ ഫ്യൂ ഗ്രാമപഞ്ചായത്സ് ആർ ഗ്രൂപ്ഡ് ടുഗദർ ടു ഫോം വാട്ട് ഈസ് യൂഷ്വലി കോൾഡ് എ പഞ്ചായത്ത് സമിതി ഓർ ബ്ലോക്ക് സമിതി. കുറച്ച് വില്ലേജസ് ഗ്രാമപഞ്ചായത്ത്, കുറച്ച് വില്ലേജസ് കൂടിയിട്ട്, പഞ്ചായത്തുകൾ കൂടിയിട്ട് ഒന്നിച്ചെന്ത് ചെയ്യുന്നുണ്ട്, പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ബ്ലോക്ക് അല്ലെങ്കിൽ മണ്ഡൽ, 3 നെയിംസിലാണ് അതിനറിയപ്പെടുന്നത്. ഈ എ ഫ്യൂ ഗ്രാമപഞ്ചായത്സ് ആർ ഗ്രൂപ്ഡ് ടുഗദർ ആൻഡ് ഫോം വിച്ച് പഞ്ചായത്ത് സമിതി, ബ്ലോക്ക് ഓർ മണ്ഡൽ. ഈ 3 നെയിംസാണ് ഇതിനുള്ളത്. നോട്ടഡ് ദാറ്റ് the members of this representative body are elected by all the panchayat members in that area. ആ ഏരിയാസിലുള്ള എല്ലാ പഞ്ചായത്ത് മെമ്പേഴ്സും അഡൾട്ട് മെമ്പേഴ്സുമാണ് ഇതിലോട്ടുള്ള ആളുകളെ തിരഞ്ഞെടുക്കുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞു, നമ്മുടെ പേരൻസ് വോട്ട് ചെയ്യുമ്പോൾ 3 വോട്ട് ചെയ്യും. ഒന്ന് നമ്മുടെ പഞ്ചായത്തിലെ വാർഡ് മെമ്പർക്കും, ഒന്ന് ബ്ലോക്കിലേക്കും, ഒന്ന് ജില്ലാ പഞ്ചായത്തിലോട്ടും. ഓക്കെ. ദെൻ ഓൾ ദ പഞ്ചായത്ത് സമിതീസ് ഓർ മണ്ഡൽസ് ഇൻ എ ഡിസ്ട്രിക്ട് ടുഗദർ. ഒരു ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ പഞ്ചായത്ത് സമിതി അല്ലെങ്കിൽ ബ്ലോക്കിലെ അല്ലെങ്കിൽ മണ്ഡലത്തിലെ എല്ലാവരും ജോയിൻ ചെയ്തിട്ട് ഒരു ഗവൺമെൻറ് ഉണ്ട്. ദാറ്റ് ഈസ് ജില്ലാ പരിഷത്ത് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് പരിഷത്ത്. മോസ്റ്റ് മെമ്പേഴ്സ് ഓഫ് ദ ജില്ലാ പരിഷത്ത് ആർ എലക്റ്റഡ്. എന്നാൽ ജില്ലാ പരിഷത്തിലോട്ടുള്ള മെമ്പേഴ്സിന് ചില ആളുകൾ മാത്രമാണ് നമ്മളുടെ സെലക്ട് ചെയ്യുന്നത്, എന്നാൽ പലരും അതിലോട്ട് ഓൾറെഡി സെലക്റ്റഡ് ആയിരിക്കും. എങ്ങനെയാണ്? ആ ഏരിയാസിലുള്ള ലോക്സഭ ആൻഡ് MLAs ഓഫ് ഡിസ്ട്രിക്റ്റ്. ആ ഡിസ്ട്രിക്റ്റിലുള്ള ലോക്സഭയിലുള്ള മെമ്പർ, MLA, നമ്മുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലുള്ള മെമ്പർ ആൻഡ് സം അതർ ഒഫീഷ്യൽസ് ഓഫ് അതർ ഡിസ്ട്രിക്ട് ലെവൽ ബോഡീസ് ആർ ഓൾസോ മെമ്പേഴ്സ്. മറ്റുള്ള ഡിസ്ട്രിക്റ്റിലുള്ള സം ഒഫീഷ്യൽസും ആ ഡിസ്ട്രിക്റ്റിലുള്ള MLA ആൻഡ് ലോക്സഭാ മെമ്പർ ഇവരെല്ലാം ഓൾറെഡി അതിൽ സെലക്റ്റഡ് ആയിരിക്കും. അതിന് പുറമെ ജനങ്ങൾ വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ലീഡറും ഉണ്ടായിരിക്കും ജില്ലാ പരിഷത്തിൽ. ജില്ലാ പരിഷത്ത് ചെയർമാൻ ഇസ് എ പൊളിറ്റിക്കൽ ഹെഡ് ഓഫ് ജില്ലാ പരിഷത്ത്. ദാറ്റ് ഇസ് എ വൺ വേർഡ്. ജില്ലാ പരിഷത്ത് ചെയർമാനാണ് പൊളിറ്റിക്കൽ ഹെഡ്. അതായത് വോട്ട് ചെയ്ത് തിരഞ്ഞെടുക്കുന്ന ആ ജില്ലാ പരിഷത്തിലെ മേധാവിയെ അറിയപ്പെടുന്നതാണ് ജില്ലാ പരിഷത്ത് ചെയർമാൻ. ഓക്കെ. ഇറ്റ് ഈസ് അബൌട്ട് ദ പഞ്ചായത്തി രാജ് സിസ്റ്റം. പഞ്ചായത്തി രാജ് സിസ്റ്റത്തിൽ 3 ഫോൾഡ് ഗവൺമെൻറ്റ്സ് ആണത്. പഞ്ചായത്ത് ആൻഡ് one or two villages are under the supervision of panchayat. Each panchayat have one member or panch or one president or sarpanch. If they are electing by the adult population in that area, village, and some group of villages group it together and make the block samiti or mandal or samiti. It is all the adult citizens are selecting this block members, and all the panchayat samitis or block mandals grouped together and make the Zilla Parishad. Most members of Zilla Parishad are elected members of Lok Sabha or MLA or other officials from the other district level bodies also its members. Zilla Parishad chairman is a political head of Zilla Parishad. Is it clear? It is about our village. ഒരു വില്ലേജിലുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡിയാണിത്. ഇനി നമ്മളുടെ ഇവിടെ വില്ലേജ് മാത്രമല്ല, വി ഹാവ് അർബൺ ഏരിയാസ് ടു അല്ലെങ്കിൽ ടൗൺ ഏരിയാസ് ടു. സിമിലർലി
local government bodies exist for urban areas as well. Municipalities are set up in towns. Big cities are constituted into municipal corporations. Both the municipalities and municipal corporations are controlled by elected bodies consisting of people's representatives. Municipal chairperson is the political head of the municipality. In a municipal corporation, such an officer is called the mayor. What about the urban areas? Similarly, local government bodies exist for urban areas as well. Rural areas, village areas, urban areas, local self-government bodies. Municipalities are set up in towns. ചെറിയ ടൗൺസിലെല്ലാം മുനിസിപ്പാലിറ്റീസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്നാൽ ബിഗ് സിറ്റീസിന് അത് മുനിസിപ്പൽ കോർപ്പറേഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇപ്പോൾ നിലമ്പൂരൊക്കെ ഒരു മുനിസിപ്പാലിറ്റിയാണ്. എന്നാൽ കോഴിക്കോട്, കൊച്ചി അങ്ങനെയുള്ള ടൗണിലെല്ലാം ബിഗ് സിറ്റീസാണ്, അതിനെ മുനിസിപ്പൽ കോർപ്പറേഷൻസ് എന്നാണ് അറിയപ്പെടുന്നത്. ബോത്ത് മുനിസിപ്പാലിറ്റീസ് ആൻഡ് മുനിസിപ്പൽ കോർപ്പറേഷൻസ് ആർ കൺട്രോൾഡ് ബൈ elected bodies consisting of people's representation. ആ ഏരിയാസിൽ, ആ അർബൺ ഏരിയാസിലുള്ള ആളുകൾ തിരഞ്ഞെടുക്കുന്ന മെമ്പേഴ്സാണ് ഈ മുനിസിപ്പാലിറ്റീസിലും ഈ മുനിസിപ്പൽ കോർപ്പറേഷനിലും ഉള്ളത്. മുനിസിപ്പൽ ചെയർപേഴ്സൺ ഈസ് എ പൊളിറ്റിക്കൽ ഹെഡ് ഓഫ് മുനിസിപ്പാലിറ്റി. സ്മോൾ സിറ്റിയിലെ മുനിസിപ്പാലിറ്റിയിലെ പൊളിറ്റിക്കൽ ഹെഡിനെ മുനിസിപ്പൽ ചെയർപേഴ്സൺ എന്ന് വിളിക്കുമ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷനിൽ അയാളെ പൊളിറ്റിക്കൽ ഹെഡിനെ മേയർ എന്നാണ് വിളിക്കുന്നത്. ഇസ് ഇറ്റ് ക്ലിയർ? You can expect one word questions from it need not explain more. You can if you have to read, you can understand that. Then take your next page. We want to conclude that today. Next paragraph. The new system of local government is the largest experiment in democracy conducted anywhere in the world. The next two paragraphs we are going to discuss about what are the merits and demerits of decentralization. Okay. First we want to discuss about the merits of decentralization that conducted in India, or what are the constitutional arrangements in 1990. What are the merits and demerits of constitutional arrangements in 1992 in India? That is another question. Okay. This new system of local government is the largest experiment in democracy conducted anywhere in the world. വേൾഡിൽ പലയിടത്തും കണ്ടക്ട് ചെയ്തിരിക്കുന്ന ലാർജസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് ഇന്ത്യയിൽ. വേൾഡിൽ എവിടെയും കണ്ടക്ട് ചെയ്യാത്ത ലാർജസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണ് വി ഡിഡ് ഇൻ ഇന്ത്യ. There are now about 36 lakh elected representatives in the panchayats and municipalities. 36 lakhoളം elected representatives in the panchayatസിലും municipalitiesലും all over in the country. This number is bigger than the population of many countries in the world. വേൾഡിലെ മറ്റു കൺട്രീസിലുള്ള പോപ്പുലേഷനേക്കാളും കൂടുതലാണ് elected representatives in our country in the local self-government bodies. Constitutional status for local government has helped to deepen democracy in our country. Constitutional status for local government എന്ന് പറഞ്ഞാൽ 1992 നമ്മൾ എന്ത് ചെയ്തു, കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്തിട്ട് നിർബന്ധമാക്കി ലോക്കൽ ഗവൺമെൻറ് ഫോം ചെയ്യാന്നുള്ളത്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ സ്റ്റാറ്റസ് ലോക്കൽ ഗവൺമെൻറ് വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അത് ഹെൽപ്പ് ദ ഡീപ്പൻ ഡെമോക്രസി ഇൻ അവർ കൺട്രി. ഡെമോക്രസി ഡീപ്പൻ ചെയ്യാന്ന് പറഞ്ഞാൽ മൈന്യൂട്ട് ലെവലിലും ആളുകൾക്ക് പവർ കിട്ടുക എന്നുള്ളതാണ്. ഓക്കെ. ദെൻ ഇറ്റ് ഹാസ് ഓൾസോ ഇൻക്രീസ്ഡ് വുമൻസ് റെപ്രസെൻറ്റേഷൻ ആൻഡ് വോയിസ് ഇൻ അവർ ഡെമോക്രസി. ലേഡീസിൻ്റെ റെപ്രസെൻറ്റേഷനും വോയിസും എന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ പ്രാതിനിധ്യവും അവർക്ക് കൂടുതൽ പവറും കിട്ടി in local self-government. These are the merits of decentralization that we did in 1992 in India. What are the merits of India? There are now about 36 lakh elected representatives in the panchayats and municipalities, etc. all over the country. Next, this number is bigger than the population of many countries in the world. Next point, constitutional status for local government has helped to deepen democracy in our country. Next point, it has also increased women's representation and voice in our country. At the same time, there were any difficulties. The next we are going to discuss about the demerits of decentralization. While elections are held regularly and enthusiastically, Gram Sabhas are not held regularly. 5 വർഷം കൂടുമ്പോൾ ഇലക്ഷൻസ് നടത്തുന്നുണ്ട്.
റെഗുലറായിട്ടും എന്തൂസിയാസ്റ്റിക്കലി മീൻസ് എന്താണ് സംതൃപ്തകരമായിട്ടുള്ള രീതിയിലും. ബട്ട് ഗ്രാമസഭാസ് ആർ നോട്ട് റെഗുലർലി. ഗ്രാമസഭ ചോയ്സ് ഓർ ത്രൈസ് ഇൻ എ ഇയർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇയറിൽ 2-3 പ്രാവശ്യം നിർബന്ധമായിട്ട് സമ്മേളിക്കണം. ബട്ട് ഗ്രാമസഭാസ് ആർ നോട്ട് ഹെൽഡ് റെഗുലർലി. ദാറ്റ് ഈസ് വൺ demerits of decentralization. And also second, most state governments have not transferred significant powers to the local self-government. Some powers are ready to give to central local self-government എന്ന് പറഞ്ഞിട്ടുണ്ട് by the state government. State government some powers local self-government ഹാൻഡ് ഓവർ ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ബട്ട് മോസ്റ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റ്സ്, മിക്ക സ്റ്റേറ്റ്സ് ഗവൺമെൻറ് ഹാവ് നോട്ട് ട്രാൻസ്ഫേർഡ് സിഗ്നിഫിക്കൻറ്റ് പവേഴ്സ് ടു ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റ്സ്. ലോക്കൽ സെൽഫ് ഗവൺമെൻറ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള പല പവേഴ്സും സ്റ്റേറ്റ് ഗവൺമെൻറ് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്നുള്ളത് മറ്റൊരു ഡിമെറിറ്റ്. ദെൻ നോർ ഹാവ് ദേ ഗിവൺ ആഡിക്വേറ്റ് റിസോഴ്സസ്. മാത്രമല്ല ഈ പഞ്ചായത്തിനും വില്ലേജസിനും പഞ്ചായത്തിനും മുനിസിപ്പാലിറ്റീസിനും എല്ലാം അവർക്ക് ആഡിക്വേറ്റ് ആയിട്ടുള്ള റിസോഴ്സസ് ഇല്ല. അത് ആ പഞ്ചായത്തിന് അതിലുള്ള ആളുകളെ എന്താണ് നോക്കിയെടുക്കുന്നത്, അവർക്ക് വേണ്ടിയുള്ള ആവശ്യങ്ങളെല്ലാം നിറവേറ്റുന്നതിന് അവർക്ക് ക്യാഷ് വേണം. അതിനുള്ള ആഡിക്വേറ്റ് ആയിട്ടുള്ള ക്യാഷ് കളക്ട് ചെയ്യാനുള്ള റിസോഴ്സസ് എന്തിനുള്ള ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ബോഡീസിന് ഇല്ല. സോ വി ആർ ദ സ്റ്റിൽ എ ലോങ് വേ ഫ്രം റിയലൈസിങ് ദ ഐഡിയൽ ഓഫ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ഐഡിയൽ ഓഫ് സെൽഫ് ഗവൺമെൻറ്. അതുകൊണ്ട് നമുക്ക് പറയാം സെൽഫ് ഗവൺമെൻറ് എന്നുള്ള ഐഡിയൽ നിന്ന് നമ്മളിപ്പോഴും ഒരുപാട് അകലത്തിലാണ് നിൽക്കുന്നത്. വി നീഡഡ് ടു വിച്ച് സാറ്റിസ്ഫൈ ഓർ ഫുൾഫിൽ മെനി ഐഡിയാസ് ഓഫ് ദിസ് സെൽഫ് ഗവൺമെൻറ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെ മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി വി ക്യാൻ സീ തേർഡ് വൺ സ്റ്റേറ്റ്മെൻ്റ് ആണ്. വി ആർ ദസ് സ്റ്റിൽ എ ലോങ് വേ ഫ്രം റിയലൈസിങ് ദ ഐഡിയൽ ഓഫ് സെൽഫ് ഗവൺമെൻറ്. Justify the statement. I'll ask a sentence, justify the statement or illustrate the statement. You can write here. In 1992, India constitutionally amended the constitution for decentralization. But while elections are adine demerits and you wanted to write. While elections are held regularly and enthusiastically, but Grama Sabhas are not held regularly. Second, most states government have not transferred significant powers to the local governments. Next, nor have they given adequate resources. മതിയായിട്ടുള്ള റിസോഴ്സസ് ആരും കൊടുത്തിട്ടില്ല. So we can say we are still long way from realizing the ideal of self-government. Okay. Then you have some exercise there. Just listen to that. Okay. So we completed that chapter. My portion. I think I did my job well. Then what about your job? What is your job? You know, study is your job. Doing to that. You have exercise in 27th page. Locate the following states on a blank outline political map of India: Manipur, Sikkim, Chhattisgarh and Goa. You want to try to where are they? Okay, identify where are they. Then identify the shared 3 federal countries other than India on a blank outline political map of India. Then which are the Brazil, Australia are the other federations of India. Sorry, other than in India. Other than India. ഇന്ത്യക്ക് പുറമേ ഉള്ള ഫെഡറൽ കൺട്രീസ് ആണ് ബ്രസീലും
അതുപോലെ ബെൽജിയം, ഓസ്ട്രേലിയ, ഇതൊക്കെ. ഓക്കെ, then you want to write the next question into a notebook. Point out one feature that no need to. Okay, then fill in the blanks. You can listen to the sixth. Since the United States is a dash type of federation, all the constituent states have equal powers and states are dash vice versa the federal government. But India is a dash type of federation and some states have more power than others. In India, the dash government has more powers. We want to fill in that dash. Listen to the, you can fill the speedily. Since the United States is a coming together type of federation. United States is a coming together type of federation. All the constituent states have equal powers and states are stronger. You can feel the stronger vice versa the federal government. But India is a which type of government? Holding together type of federation. And some states have more power than others. In India, the central or union government has more powers. Central or union government has more powers. Then seventh question. No need to. Eighth. Distinguished feature of federal government is. നാലെണ്ണത്തിൽ ഏതാണ് ഫെഡറൽ ഗവൺമെൻറ് എന്നുള്ളതാണ് ഫീച്ചർ ഫൈൻഡ് ചെയ്യാനുള്ളതാണ്. ഒന്ന്, നാഷണൽ ഗവൺമെൻറ് ഗീവ്സ് സം പവേഴ്സ് ടു പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്. സെക്കൻഡ്, പവർ ഇസ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ് ആൻഡ് ജുഡീഷ്യറി. Then third, elected officials exercise supreme power in the government. The next, governmental power is divided between different levels of government. The answer, D. Governmental power is divided between different levels of government. You can mark into your textbook. A few subjects, next to 9th. A few subjects in various lists of the Indian Constitution are given here. Group them under the union states and concurrent lists as provided. You want to fill that. Union list, just I say, defense, banking, communication. State list, police, agriculture, trade. Concurrent list, education, forest, marriages. Then 10th, examine the following pairs that give the levels of government in India and powers of government at the level. Make laws on the subject mentioned against each. Which of the following pairs is correctly matched? Which of the following pairs is not correctly matched? Correct ആയിട്ട് മാച്ച് ചെയ്യാത്ത pairs ആണ്. We know state government state list, central government union list, central and state government concurrent list. Which is not correctly matched? No, local government residuary powers. That is answer D. Then match list 1 with list 2 and select the correct answer using the codes given below this. 11th one. List 1, list 2. Union of India was state, municipal corporation, Grama Panchayat. What is answer? Union of India, Prime Minister. State, Governor. Municipal corporation, Mayor. Grama Panchayat, Sarpanch. So we can match how? A, C, D, B. A, C, D, B. Which is answer? C is the answer. A, C, D, B. Okay. The next question, 12th. Consider the following two statements. 1. In a federation, the powers of the federal and provincial governments are clearly demarcated. Second, India is a federation because the powers of the union and state government are specified in the constitution and they have exclusive jurisdiction on their respective subjects. The next, Sri Lanka is a federation because the country is divided into provinces.
Next, India is no longer a federation because some powers of the state have been devolved to the local government bodies. Which of the statements given above are correct? Which are they? You can see A and B. A and B statements are correct. You can mark that. Okay. So next today I will give some notes and also I will give one assignment, one homework in the next day. Okay. We need to wind up now our class now. So thank you.